ജിമിൻ, ബിസിനസ് മീറ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് ലണ്ടൻ വരെ പോകണം. ലണ്ടനിലേക്കോ? എന്നാ പോകുന്നത്? 2 ദിവസം കൂടി കഴിയുമ്പോ. ഇത്ര പെട്ടെന്നോ? പെട്ടെന്ന് തീരുമാനിച്ചതാ. 2 weeks ആണ് ഡ്യൂറേഷൻ. നീ വാ, നമുക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. ജിമിൻ, ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. വെറുതെ കരഞ്ഞ് സെന്റ് അടിച്ചിരിക്കാൻ പാടില്ല. സമയത്ത് ഫുഡ് കഴിക്കണം, ഹെൽത്ത് നോക്കണം. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു തരാന്? നീ കൊച്ചുകുട്ടിയൊന്നും അല്ല, ബട്ട് പറഞ്ഞില്ലെങ്കിൽ നീ ഇതൊന്നും അനുസരിക്കില്ല എന്ന് എനിക്കറിയാം. Love you. Love you more, my baby. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. വിളിക്കാം. I miss you. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. വേഗം വാ. ഞാൻ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേഗം വരാം. നീ ഫുഡ് കഴിച്ചു. നീയോ? ഇല്ല. എന്നോട് സമയത്തിന് കഴിക്കാൻ പറഞ്ഞിട്ട് നീ കഴിക്കാതിരിക്കുകയാണല്ലേ? കഴിക്കാം. ഇനി എപ്പോഴാ? ചെന്ന് പോയി കഴിക്കേ. ജങ്കൂക്ക്, നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ നീ വിളിച്ചേ? ഞാൻ ടെവിനെ കുറെ നേരമായിട്ട് വിളിക്കുക, പക്ഷെ കോൾ എടുക്കുന്നില്ല. ചിലപ്പോ മീറ്റിംഗിലായിരിക്കും. അത് കഴിയുമ്പോ വിളിക്കുന്നേ. നീ ടെൻഷൻ പിടിക്കാതെ. അവൻ എന്നെ ഈ സമയത്ത് വിളിക്കാന്ന് പറഞ്ഞതാ. അവൻ വിളിക്കും. നീ എവിടെയായിരുന്നു 2 ദിവസം? ഞാൻ എത്ര തവണ വിളിച്ചു. നീ എന്താ കോൾ എടുക്കാനേ? ഞാൻ ടെവിനല്ല, ടെവിൻ സാറിന്റെ PA ആണ്. നീ എന്തിനാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വിളിച്ച് ശല്യം ചെയ്യുന്നേ? 2 ദിവസമായിട്ട് ടെവിൻ എന്റെ കോൾ എടുക്കുന്നില്ലല്ലോ. ഇനിയെങ്കിലും നിനക്ക് മനസ്സിലാക്കിക്കൂടെ ടെവിൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നതാണെന്ന്? ഞാനും ടെവിൻ റിലേഷനിലായിട്ട് കുറച്ച് നാളായി. അവിടെയും നീ ഞങ്ങൾക്ക് സ്വൈര്യം തരുന്നില്ല. ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ. എന്റെ ശല്യം സഹിക്കറിയാതെ ടെവിനാണ് എന്റെ കയ്യിൽ ഫോൺ തന്നത്. വിശ്വസിക്കില്ല. നിന്നെ വിശ്വസിപ്പിക്കാമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. നിനക്ക് വിശ്വസിക്കാതിരിക്കാം. അല്ലേ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ വിളിക്കുന്ന കോളുള്ളത് അവൻ എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവന്റെ ഫോൺ എന്റെ കയ്യിൽ വന്നത്? ഒരു മുന്നറിയിപ്പില്ലാതെ എനിക്ക് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകണം. ഓസ്ട്രേലിയക്കോ? നിനക്ക് നിന്റെ അമ്മയെ നഷ്ടപ്പെട്ട ആ നാട്ടിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകില്ലെന്ന് തീരുമാനിച്ചിട്ടില്ലേ നീ ഇങ്ങോട്ട് പോകുന്നത്? അതെ, പക്ഷെ എനിക്ക് തിരിച്ചു പോകണം. എന്താ നിനക്ക് പറ്റിയത്? ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത് പപ്പ? മോനെ, അത് അവിടെ പറഞ്ഞതല്ലേ. അത് സത്യം ഉണ്ടാവില്ലെന്നേ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പപ്പയ്ക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ വരാം. ജിമിൻ, നീ എവിടെയാ? അവനെ ഇവിടെ നീ കാണുന്നില്ലല്ലോ. എവിടെ പോയി അവൻ? ഹലോ, എടാ, ജിമിൻ എവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇന്നലെ തൊട്ട് അവനെ കോളിൽ ട്രൈ ചെയ്യുക, പക്ഷെ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്. ആണോ? എന്നാ ശരിയടാ, എനിക്കൊരു കോൾ വരുന്നു, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ പപ്പ, ജിമിൻ ഇവിടെ ഉണ്ടോ? നീ എവിടെയായിരുന്നു മോനെ? നിന്റെ ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. ഇവിടെ എന്തൊക്കെയാ നടന്നത് നിനക്കറിയുമോ? അപ്പൊ അങ്ങനെയൊന്നുമല്ല. മീറ്റിംഗിന്റെ ഡ്യൂറേഷൻ 2 weeks ആയിരുന്നു. കഴിവതും മീറ്റിംഗിലേക്ക് വേഗം നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം ഷെഡ്യൂൾ ചേഞ്ച് ചെയ്ത് എല്ലാം 1 weekന്റെ തീരുമാനത്തിലാക്കി. ഇതിനിടയിലാണല്ലോ എന്റെ ഫോൺ എന്റെ കയ്യിൽ മിസ്സായിപ്പോയി. ഒരു ദിവസം ഒന്നിലധികം മീറ്റിംഗ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ടാണ് റൂമിൽ വന്നിരുന്നത്. അതുകൊണ്ട് മറ്റൊരു മാർഗം ഉപയോഗിച്ച് എനിക്ക് അവനെ വിളിക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു 2 weeks എന്ന് പറഞ്ഞിട്ട് 1 week കഴിയുമ്പോൾ തന്നെ വന്ന് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴേക്കും അവൻ. അതുപോലെയാ നിന്റെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചേക്കുന്നത്. ഞാൻ അവളെ ഒന്ന് കാണട്ടെ, ആ ക്യാദറിനെ.